ചാലക്കുടിക്കാരൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇങ്ങനെ ഒരു റോള് ഞാൻ ചെയ്യണോ, ഇത് ചെയ്ത് എനിക്ക് ലൈഫ് ഉണ്ടാവുമോ, എനിക്ക് പേടിയാണ് എങ്ങനെ എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയില്ല, കാരണം ക്ലൈമാക്സിലൊക്കെ ഈ ക്യാരക്ടറാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ഇപ്പോഴേ ചെയ്യണോ സാറേ, എന്റെ കരിയറിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ചെയ്യണോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്ത ഇത് വർക്കാവുമോ, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ ചെയ്യാൻ പോരാ എന്നൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ സാറാണ് പറഞ്ഞത്, എടാ നീ ചെയ്താലേ ഇത് വർക്കാവുള്ളൂ, കാരണം നിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല, നിനക്ക് ഈ പറയുന്ന വില്ലനായിട്ട് സ്വിച്ച് ചെയ്യാനും എന്നാൽ നിന്നിൽ ഒരു 80 ക്രിയേറ്റ് ചെയ്യുകയും നിന്റെ ലുക്കിൽ അതുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് വർക്ക് ചെയ്യണം, അതുകൊണ്ട് നീ ഇത് ചെയ്യണമെന്ന് പറയാം. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ച് ചെയ്യും, ഇത് വേറെ ആര് ചെയ്തിട്ടും ഞാനിത് ചെയ്യും എന്നുള്ളൊരു പരിപാടി. പക്ഷെ ഇത് അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് അത് പിന്നീട് അത് വർക്കായി. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ചാലക്കുടിക്കാരൻ ചങ്ങാതി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കരിയർ ഉണ്ടാവില്ല എന്നും തിയേറ്ററിന്റെ ഭാഗത്തേക്കും അല്ല മണിച്ചേട്ടന് ഇഷ്ടമുള്ള ആൾക്കാരെ എന്നെ പിടിച്ചിടിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ ഈ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത് കേട്ടില്ല, ട്രെയിനിലൊക്കെ പോകുമ്പോഴൊക്കെ അമ്മമാരൊക്കെ ഒന്ന് അടിക്കൊരു എന്ത് സാധനമാണെന്നൊക്കെ പറയുന്നൊക്കെ. പക്ഷെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെയല്ല. സീരിയലിൽ പിന്നെ നമ്മൾ സീരിയൽ കാണുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാന്ന് വിചാരിക്കാം. മണിച്ചേട്ടൻ അങ്ങനെയല്ല, മണിച്ചേട്ടൻ ഈസ് റിയൽ. അതിപ്പോഴും അതൊരു ഹിമോ ആയിട്ട് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിൽക്കുകയാണ്. ആ മനുഷ്യനും ആ മനുഷ്യന്റെ ഓർമ്മയും പാട്ടുകളും ഒക്കെ നിൽക്കുക. ആ മനുഷ്യന്റെ റിയൽ ലൈഫ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്ന കഥയിൽ വരുന്ന പരിപാടിയിൽ ഇത് വരികയാണ്, ഇയാളെ കൊല്ലുന്നതെന്ന് പറഞ്ഞൊരു സാധനം വരിക. അപ്പൊ അതിനെ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ള ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞ സാറാണ് അത് വർക്കായി.